ഫെൻസൈക്ലിഡീൻ അല്ലെങ്കിൽ ഏഞ്ചൽ ഡസ്റ്റ് PCP എന്നൊക്കെ പറയും. ഡിസോസിയേറ്റീവ് അനസ്തീഷ്യ ഉണ്ടാക്കും. അതുപോലെ തന്നെ റോക്ക് സോൾട്ട്, ക്രാക്ക് ഫ്രൈ എന്നൊക്കെ അതിന് വേറെ പേരുണ്ട്. സിന്തസൈസർ ഫ്രം പൊട്ടാസ്യം സയനൈഡ്, സൈക്ലോഹെക്സനോൺ. മോഡ് ഓഫ് ആക്ഷൻ ഈസ് ഇൻഹിബിറ്റ് NMDA, N-methyl D-aspartate റിസപ്റ്റേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ടോക്സിക് കൈനറ്റിക്സ് എന്ന് പറയുന്നത് 20 to 30 ഡേയ്സിലും നമുക്ക് യൂറിനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ടോക്സിക് എഫക്റ്റ്: ഡെലിയൂഷൻ, അംനീഷ്യ, പീപ്പിൾ ഡയലേറ്റഡ് ആവുന്നു, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർകലീമിയ, ഹൈപ്പർ ടെൻഷൻ, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്. ആക്ടിവേറ്റഡ് ചാർക്കോളും സോർബിറ്റോളും വേണേൽ നമുക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കാം. അജിറ്റേഷൻ, ഡെലിറിയത്തിന് മിഡാസോളം, ഹാലോപെരിഡോള്. കൺവൾഷൻ ഉണ്ടെങ്കിൽ ഡയസപ്പാം. ഹൈപ്പർ തെർമിക് ട്രീറ്റ്മെൻറ്റ്, ഹീമോഡയാലിസിസ്, ഹീമോപെർഫ്യൂഷൻ ചെയ്യാറില്ല. യൂറിൻ ആൽക്കലൈനൈസേഷൻ ചെയ്യാം, ഇതൊരു വീക്ക് ബേസ് ആയതുകൊണ്ട്. ഫെൻസൈക്ലിഡീൻ. നെക്സ്റ്റ് ഒരു ഹലൂസിനേറ്റിംഗ് ഏജൻ്റാണ് ഡൈമീഥൈൽ ട്രിപ്റ്റാമിൻ. ബിസിനസ് ട്രിപ്പ്, ബിസിനസ് മാൻസ് ലഞ്ച് എന്നൊക്കെ പറയും. ആക്ഷൻ വിത്തിൻ 2 minutes 20 to 30 minutes റിസോൾവ് ആയി പോകും. സെയിം തന്നെ ഹാർട്ട് റേറ്റും കാര്യങ്ങളും കൂടും. അടുത്ത മെസ്കാലിൻ, അതും ഒരു ഹലൂസിനേറ്റിംഗ് ഏജൻ്റാണ്. ആക്ടിവേറ്റഡ് ചാർക്കോൾ, ഡയസപ്പ്, അജിറ്റേഷന് കൊടുക്കാം. അപ്പം മെസ്കാലിന്, ഡൈമീഥൈൽ ട്രിപ്റ്റാമൈന്, ദെൻ ഫെൻസൈക്ലിഡീന്. താങ്ക് യു.